പ്രിയപ്പെട്ടവരെ, പുണ്യമാസം എന്നറിയപ്പെടുന്ന റമളാൻ മാസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് വെള്ളിയാഴ്ചയുമാണ്. അപ്പോൾ വളരെ മനസ്സിനും ഹൃദയത്തിനുമൊക്കെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ കർമ്മോന്മുഖമാക്കുന്ന, ഈശ്വര ചൈതന്യം വഴിയുന്നതുമായ എന്തെങ്കിലും ഒരു വർത്തമാനം ഈ പുലർകാലത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ റമളാൻ നോമ്പ് എന്ന് പറയുന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങളും ചിന്തകളുമൊക്കെ പ്രാർത്ഥന നിർഭരമാക്കുകയും ഈശ്വരോന്മുഖമാക്കുകയും കൂടി ചെയ്യണം. റമളാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ്, അതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് സക്കാത്താണ്. ഓരോ മുസൽമാനും അവൻ്റെ സ്വത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം, വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം സാധുക്കൾക്ക് ദാനമായിട്ട് കൊടുക്കണം എന്നാണ് മുഹമ്മദ് നബി അരുളി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് സക്കാത്ത്. അതുപോലെ ഈ വ്രതാനുഷ്ഠാനം, അത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് രാവിലെ മുതൽ സൂര്യാസ്തമയം വരെ പട്ടിണി ഇരിക്കലല്ല. വെറും പട്ടിണി കൊണ്ട് പ്രയോജനമില്ല. പട്ടിണിയോടൊപ്പം തന്നെ പുണ്യപ്രവർത്തികളും ചെയ്യും. അപ്പോൾ ഓരോരുത്തരും, നോമ്പ് പിടിക്കുന്നവരും പിടിക്കാത്തവരും, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും പ്രാർത്ഥനാ നിർഭരരായിരിക്കണം. അതുപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കാനായിട്ട് ഈ മാസം തന്നെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇത് അഖില ലോക വ്യാപകമായിട്ട് നടപ്പാക്കപ്പെടുന്ന ഒരു സംഗതിയാണ്, നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ വ്രതാനുഷ്ഠാനമാണ് ഈ റമളാൻ എന്ന് വിളിക്കുന്ന പുണ്യമാസം. അപ്പോൾ പുണ്യമാസത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വ്യക്തികളെന്ന പോലെ സംഘടനകളും സ്ഥാപനങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. അത് വ്യക്തികൾക്ക് മാത്രമല്ല, വ്യക്തികൾക്ക് വ്യക്തിഗതമായിട്ട് ചെയ്യും, സംഘടനകൾക്ക് സംഘടനാ അടിസ്ഥാനത്തിൽ ചെയ്യും, രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ചെയ്യും, സർക്കാരുകൾക്ക് സർക്കാരിൻ്റെതായ തലത്തിൽ ചെയ്യും. ഇതെല്ലാം അനുവദനീയമാണ് എന്ന് മാത്രമല്ല, ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒന്നുമാണ്. മാത്രവുമല്ല, മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ് ഈ റമളാൻ മാസത്തിൽ ചെയ്യുന്ന ഓരോ പുണ്യകർമ്മത്തിനും അതിൻ്റെ 70,000 മടങ്ങ് പരലോകത്ത് പുണ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ റമളാൻ മാസത്തിൽ നമ്മൾ ഒരാൾക്ക് 5 റുപ്യ സക്കാത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ 70,000 മടങ്ങ് പരലോകത്ത് നമ്മുടെ അക്കൗണ്ടിൽ വരവയ്ക്കപ്പെടും. അതുകൊണ്ടാണ് റമളാൻ മാസത്തിൽ ഏറ്റവും അധികം ആൾക്കാർ സക്കാത്ത് കൊടുക്കുന്നത്. ഇവിടെ പറയാമെന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ നാട്ടിലെ മനുഷ്യ ഈശ്വരന്മുഖമാക്കി മാറ്റുന്നതിന് പരിശ്രമിക്കുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് എന്നപോലെ ചില പ്രധാനപ്പെട്ട സംഘടനകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. ഇതിന് പാകിസ്ഥാനിലും ബ്രാഞ്ചുണ്ട്, കാശ്മീരിലും ബ്രാഞ്ചുണ്ട്, ബംഗ്ലാദേശിലും ബ്രാഞ്ചുണ്ട്. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉടനെ തന്നെ ബ്രാഞ്ച് തുടങ്ങാൻ അവർ ആലോചിക്കുന്നുണ്ട്. ഈ സംഘടനക്കാരുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ റമളാൻ കാലത്തൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമാണ് മുസ്ലിങ്ങളുടെ സർക്കിളുകളിൽ. ഈ സക്കാത്ത് വ്യക്തിപരമായി ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ സുന്നികളായിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് അങ്ങനെയല്ല. ഇത് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്തു, പിന്നെ ഇവർ തീരുമാനിക്കുന്ന ആളുകൾക്ക് സക്കാത്ത് അവരെത്തിച്ചു കൊടുക്കും. ഈ സംവിധാനവും ഇസ്ലാമികമാണ്, അത് അനുവദനീയമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത്. പക്ഷേ സുന്നി മത പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയല്ല, അങ്ങനെ ഒരു സക്കാത്ത് സംവിധാനം ഇല്ല എന്നാണ്. അതെന്തുമായിട്ട്, അത് ദൈവശാസ്ത്രമാണ്. അപ്പോൾ ഇത്തവണയും ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ സംഘടിതമായിട്ട് സക്കാത്ത് പിരിവ് തുടങ്ങിയിട്ട് ഓരോ മനുഷ്യരെയും സക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ ഈ മാധ്യമ പത്രത്തിൽ വരാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ മാധ്യമത്തിലെ തൊഴിലാളികൾ നമുക്കറിയാം കുറച്ച് നാളായിട്ട് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ആകെ അസ്വസ്ഥരാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലെ ശമ്പളമാണ്, അല്ല കഴിഞ്ഞ സെപ്റ്റംബറിലെ ശമ്പളമാണ് ഈ ഫെബ്രുവരിയിൽ അവർക്ക് കിട്ടാൻ പോകുന്നത്. ഒക്ടോബറിലെ ശമ്പളം കിട്ടുകയാണെങ്കിൽ മാർച്ചിൽ കിട്ടും. നവംബറിലെ ശമ്പളം കിട്ടുമോ കിട്ടില്ല എന്ന് പടച്ചോന് മാത്രം അറിയാം. കിട്ടുകയാണെങ്കിൽ അത് ഏപ്രിൽ മാസത്തിലോ അല്ലെങ്കിൽ മെയ് മാസത്തിലോ കിട്ടും. ഇങ്ങനെ 5 മാസം വരെ താമസിച്ചാണ് ഇപ്പോൾ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. KSRTCയിൽ പോലും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ മാധ്യമ പത്രത്തിൽ ഇത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. അപ്പോൾ തൊഴിലാളികൾ മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുന്നുണ്ട്, മാനേജ്മെൻറ്റ് തൊഴിലാളികളെ കുറ്റപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. ഏതായാലും മാനേജ്മെൻറ്റ് ശമ്പളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാൻ ആഗ്രഹമുണ്ട് തന്നെ. അപ്പം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാവരും ഈ ഒരു മാനുഷികമായ പ്രശ്നത്തെക്കുറിച്ച് മൗനം പാലിക്കണം.
മാധ്യമത്തിൽ വാർത്ത വരാത്തത് നമുക്ക് മനസ്സിലാക്കാം, മീഡിയ ഫണ്ടിൽ അടുപ്പൂട്ടി ചർച്ച നടക്കാത്തത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മാതൃഭൂമി, മലയാള മനോരമ മുതലായ പത്രങ്ങളും ഈ വാർത്ത താമസിക്കും. വന്നിട്ട് പോയിട്ട് ദേശാഭിമാനിയിലും ജനയുഗത്തിലും അങ്ങനെ ഒന്ന് രണ്ട് പത്രത്തിൽ മാത്രമേ മാധ്യമ തൊഴിലാളികൾ വിഷമവൃത്തത്തിൽ എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. ഈ കഴിഞ്ഞ ദിവസം മാധ്യമത്തിലെ ജീവനക്കാർ ഒരു രാപ്പകൽ സമരം നടത്തി. യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി 24 മണിക്കൂർ ഉപവാസവും നടത്തി. അപ്പോൾ ഈ വാർത്ത പതിവില്ലാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, അതുപോലെ 24 ന്യൂസ്, റിപ്പോർട്ടർ ചാനൽ, കൈരളി ചാനൽ, ന്യൂസ് മലയാളം, ഇവരൊക്കെ എന്താണ് മത്സരബുദ്ധിയോടുകൂടിയിട്ട് റിപ്പോർട്ട്. പിന്നെ ഈ റിപ്പോർട്ട് ചെയ്യാതെ മാറി നിന്ന ചില മാധ്യമങ്ങളുണ്ട്. അത് മിക്കവാറും അച്ചടി പത്രങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഒന്ന് മലയാള മനോരമ, രണ്ട് മാതൃഭൂമി. രണ്ട് പത്രങ്ങളിലും വന്നില്ല, അവരുടെ ചാനലിലും വന്നില്ല. ഇങ്ങനെ മാധ്യമത്തിലുള്ള തൊഴിലാളികൾ പിച്ചപ്പാത്രം എടുക്കാൻ പോകുന്നു എന്ന വാർത്ത. കാരണം നാളെ ഇവരുടെ പത്രത്തിലും ഇതൊക്കെ തന്നെ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ മറ്റ് ചാനലിൽ വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ വാർത്ത തമസ്കരിച്ചത്. അതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്തുവാട്ടെ, ആ രാപ്പകൽ സമരം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി. കാരണം എല്ലാ ന്യൂസ് ചാനലുകളും ഇത് സീരിയസ് ആയിട്ട് കൊടുത്തു. എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ റഡാറിലും ഈ സമരം വന്നു. ഇനിയിപ്പോൾ സഖാക്കന്മാരെ ഏറ്റെടുത്ത് സമരം വിജയിപ്പിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് നോക്കിയപ്പോൾ ഏതായാലും റവള മാസമാണ്, എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യണമല്ലോ. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുക എന്നുള്ളൊരു പുണ്യപ്രവൃത്തിയാണ്. പക്ഷേ അവരത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാശില്ലാത്തതുകൊണ്ടല്ല, കാശ് കൊടുക്കില്ല എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ശമ്പളം കൊടുത്തുള്ള പുണ്യപ്രവൃത്തി വേണ്ട, അതിൽ കുറഞ്ഞ പുണ്യം മതി എന്ന് പാർട്ടി, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കുകളും മാധ്യമത്തിൻ്റെ പത്രാധിപ പ്രതിഭകളും ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത അവസ്ഥയുണ്ടായി. അതിപ്പോഴും തുടരുകയാണ്. അതിനിടയ്ക്ക് ഈ സമരത്തിൽ പങ്കെടുത്തവരായ നേതാക്കന്മാർക്കും അതിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്കുമൊക്കെ മാനേജ്മെൻറ്റ് ട്രാൻസ്ഫർ ഓർഡർ അടിച്ചു കൊടുക്കുക. കോഴിക്കോട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് കൊച്ചിക്ക്, കൊച്ചിയിൽ ചെയ്യുന്ന ആൾക്ക് തിരുവനന്തപുരത്ത്, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് കാസർഗോട്ടേക്ക്. ഈ രീതിയിലാണ് ട്രാൻസ്ഫർ ഓർഡർ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പോയി ജോലി ചെയ്തേ തീരും. എന്നാൽ റിലീവിങ് ഓർഡർ കൊടുക്കുമ്പോൾ അവർക്ക് ജോയിനിങ് ടൈം കൊടുക്കും, അത് കൊടുക്കില്ല. ഇവിടുന്ന് അവിടെ പോകാനായിട്ട് വട്ടം ചെലവിന് വണ്ടിക്കൂലിക്ക് പൈസ കൊടുക്കും, അതും കൊടുക്കില്ല. അതൊന്നും കൊടുക്കാൻ വ്യവസ്ഥയില്ല എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. ആളുകളെ സ്ഥലം മാറ്റാനുള്ള അധികാരം എന്ന് പറയുന്നത് ദൈവദത്തമായിട്ടുള്ള അധികാരമാണ് അവരെ സംബന്ധിച്ച്. അതിൽ നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോവാം, അല്ലാതെ ഞങ്ങൾ ഒരു കാരണവശാലും ഇതൊന്നും പരിഗണിക്കുകയില്ല, പരിഹരിക്കുകയുമില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ള അവകാശമൊക്കെ അവർക്കുണ്ട്, കാരണം ഇന്ത്യ രാജ്യത്താണ്. പക്ഷെ തൊഴിലാളികൾ പറയുന്നത് ഈ നരേന്ദ്രമോദി അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്ത ലേബർ കോഡ് നടപ്പാക്കുന്ന ആ പത്രമാണ് മാധ്യമം. പ്രധാനമന്ത്രിയുടെ എന്താണ് ആജ്ഞകൾക്കനുസരിച്ച്, കൽപ്പനയ്ക്കനുസരിച്ചിട്ടാണ് മാധ്യമം വാർത്തകൾ കൊടുക്കുന്നത് എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ, ഇങ്ങനെ ഒരു ഡൈക്കോട്ടമി അവിടെ നിലനിൽക്കുന്ന സമയത്താണ് ഈ ട്രാൻസ്ഫർ ഓർഡറുകൾ അടിച്ചു കൊടുക്കുന്നത്. സമരത്തിൽ പങ്കെടുത്തവരും സമരപന്തലിൻ്റെ പരിസരത്ത് കൂടി പോയവരുമായിട്ടുള്ള എല്ലാ സമര സഖാക്കൾക്കും ഓർഡർ അടിച്ചു കൊടുക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ബ്യൂറോ തന്നെ ഇല്ല, ബ്യൂറോ ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റുന്നത്. അത് ജേർണലിസ്റ്റുകളെ മാറ്റിയാൽ പിന്നെ മനസ്സിലാക്കാം, അവർക്ക് അത്യാവശ്യം ജീവിക്കാൻ പാകങ്ങളുള്ളവരായിരിക്കും. ഈ ഓഫീസിലെ പ്യൂൺ, സ്കാവഞ്ചർ മുതലായ ജോലികൾ ചെയ്യുന്ന ആളുകൾ വരെ മലപ്പുറത്തുനിന്ന് കോഴിക്കോട്ടേക്കും കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുണ്യപ്രവർത്തികൾ ഇങ്ങനെ ചെയ്ത് മാധ്യമ മാനേജ്മെൻറ്റ് ഇപ്പോൾ പുണ്യത്തിൻ്റെ പൂങ്കാവനമായി മാറിയിരിക്കുകയാണ്. ഈ മാധ്യമ മാനേജ്മെൻറ്റിലുള്ള ഏത് ജമാഅത്തെ ഇസ്ലാമിക്കാരും മരിച്ചാൽ ദൈവം തമ്പുരാൻ ഉടനെ തന്നെ വീട്ടിൽ വന്ന് ഈ ആളെ ഉടലോടുകൂടി കൂട്ടി സ്വർഗത്തേക്ക് കൊണ്ടുപോകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. ഈ നോമ്പ് കാലത്തെ എങ്ങനെ ചൈതന്യപൂർണ്ണമാക്കാം, എങ്ങനെ ഈശ്വരോന്മുഖമാക്കാം, എങ്ങനെ തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഗവേഷണം നടന്ന ആളുകൾ ഒരു കാരണവശാലും ഈ സംഭവം വിട്ടുപോകരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് വരുന്നത് എന്ന കാര്യവും ഇതിൽ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്.